ട്രൈക്കോഡെർമ മണ്ണിനെയും ചെടികളെയും എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു. പക്ഷേ പല കർഷകരുടെയും അടുത്ത സംശയം ഇതാണ്: എന്റെ കൃഷിക്ക് ട്രൈക്കോഡെർമ ആവശ്യമുണ്ടോ? ഏത് വിളകൾക്കാണിത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്? വാസ്തവത്തിൽ മണ്ണിൽ വളരുന്ന മിക്ക വിളകളുടെയും ആരോഗ്യത്തിൽ വേരുകൾക്ക് വലിയ പങ്കുണ്ട്. വേരിനെ ബാധിക്കുന്ന പല രോഗങ്ങളും നിയന്ത്രിക്കുന്ന ഒരു പ്രകൃതിദത്ത കൂട്ടാളിയാണ് ട്രൈക്കോഡെർമ. കുറച്ചു വിളകളും അവയുടെ രോഗങ്ങളും പരിഹാരങ്ങളും കാണാം. കേരളത്തിലെ കർഷകർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുരുമുളകിലെ ദ്രുതവാട്ടം അഥവാ ക്വിക്ക് വിൽറ്റ്. ഇല മഞ്ഞളിക്കൽ, വേരഴുകൽ, കൊടി പെട്ടെന്ന് വാടി നശിക്കൽ, ഇവ പലപ്പോഴും മണ്ണിലെ രോഗാണുക്കൾ ബന്ധപ്പെട്ടിരിക്കും. ട്രൈക്കോഡെർമ കുരുമുളകിന്റെ വേരുഭാഗത്തെ ആരോഗ്യത്തോടെ നിലനിർത്താനും മണ്ണിലെ ദോഷകരമായ കുമിളുകളുടെ വളർച്ച നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അടുത്തത് തെങ്ങിലെ തഞ്ചാവൂർ വാട്ടം അഥവാ ഗാനോഡെർമ വാട്ടം. തെങ്ങുകളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു കുമിൾ രോഗമാണിത്. വേരുകൾ അഴുകി മരങ്ങൾ വേഗത്തിൽ ഉണങ്ങിപ്പോകാൻ ഇത് കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: ഓലകളുടെ വാട്ടം, ചെന്നീരൊലിപ്പ്, മണ്ട ശോഷിക്കൽ, വേരുകൾ അഴുകൽ, കൂൺ വളർച്ച എന്നിവയാണ്. ഇതിനുള്ള ഏറ്റവും നല്ല ജൈവ പ്രതിരോധ മാർഗമാണ് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകമോ കമ്പോസ്റ്റോ ഉപയോഗിക്കുക എന്നത്. അടുത്തതായി നെല്ലിലെ ബ്ലാസ്റ്റ് രോഗം. പാടശേഖരം ഒന്നാകെ അതിവേഗം പടർന്ന് നെൽച്ചെടികളെ നാമാവശേഷമാക്കാൻ കെൽപ്പുള്ള ഒരു ഫംഗസ് രോഗമാണ് ബ്ലാസ്റ്റ്. നെൽച്ചെടിയുടെ വളർച്ചാഘട്ടത്തിനനുസരിച്ച് ഈ ഫംഗസ് ചെടിയെ ആക്രമിക്കും. ഇല ബ്ലാസ്റ്റ്, കഴുത്ത് ബ്ലാസ്റ്റ്, കതിർ ബ്ലാസ്റ്റ് എന്നിങ്ങനെ പല രീതിയിൽ ഈ ഫംഗസ് ബാധ കാണാറുണ്ട്. ട്രൈക്കോഡെർമ ഉപയോഗിച്ച് വിത്ത് സംസ്കരണം നടത്തുന്നത് രോഗത്തെ ഒരു പരിധിവരെ തടയാം. ട്രൈക്കോഡെർമ നെൽച്ചെടിയുടെ വളർച്ചാഘട്ടത്തിലും ഇലയിൽ തളിച്ചു കൊടുക്കുന്നത് നല്ല ജൈവ പ്രതിരോധ മാർഗമാണ്. ഇനി നമ്മൾ കാണുന്നത് ഏലത്തിന്റെ പ്രധാന ശത്രുവായ അഴുകൽ രോഗം. മഴക്കാലത്ത് ഏലച്ചെടിയുടെ ഇല, ശരം, കായ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളെയും ഈ രോഗം ബാധിക്കാം. ഏലത്തിന്റെ പ്രധാന ശത്രുവായ അഴുകൽ രോഗം നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനും ട്രൈക്കോഡെർമ എന്ന മിത്രക്കുമിൾ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ വാഴയിലെ പനാമാവാട്ടത്തിന് അല്ലെങ്കിൽ വാഴയുടെ വേരുകളെയും തടയെയും മണ്ണിലൂടെയുള്ള കുമിൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വാഴയുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്കും ട്രൈക്കോഡെർമ വളരെ ഫലപ്രദമാണ്. അടുത്തതായി പച്ചക്കറി കൃഷിയിലെ വില്ലന്മാരായ ഇലപ്പുള്ളി രോഗം, ഫ്യൂസേറിയം വാട്ടം മുതലായ ഫംഗസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വിത്ത് ട്രീറ്റ് ചെയ്യുന്ന മുതൽ ചെടികളുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും ട്രൈക്കോഡെർമ ഉപയോഗിച്ചു വരുന്നു. നഴ്സറിയിൽ അല്ലെങ്കിൽ നടീൽ തൈകൾ തയ്യാറാക്കുന്നതിന് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ തൈകളുടെ സംരക്ഷണത്തിനും ട്രൈക്കോഡെർമ ഉപയോഗിക്കാം. ആരോഗ്യകരമായ ചെടിയുടെ തുടക്കം ആരോഗ്യമുള്ള മണ്ണിൽ നിന്നാണ്. വിള ഏതായാലും ജീവനുള്ള മണ്ണ്, ശക്തമായ വേര്, നല്ല ആവാസ വ്യവസ്ഥ ഇവയാണ് ആരോഗ്യകരമായ കൃഷിയുടെ അടിസ്ഥാനം. അക്സോ ട്രൈക്കോഡെർമ പോലുള്ള ഗുണമേന്മയുള്ള ജൈവ നിയന്ത്രണ ഏജന്റുകൾ വിവിധ വിളകളിലെ മണ്ണിന്റെയും വേരിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. അതുപോലെ അടുത്ത എപ്പിസോഡിൽ നമുക്കറിയാം, വേരു ശക്തമായാൽ ചെടിയും വിളവും ശക്തമാകും. കർഷക അറിവുകളുമായി വീണ്ടും കാണാം. അക്സോ അഗ്രോ സോൾജിയർ, കർഷകന്റെ കാവലാൾ.